ഇന്ന് എൻ്റെ ഈ ചോര കുത്തിയെടുക്കേണ്ടി വന്ന അവസ്ഥയെപ്പറ്റി ഞാൻ പറയാം. ഇന്ന് 1-2 ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. സോ ഇന്നത്തെ ഈ യാത്ര തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തിരിയുന്നത് ഈ വഴിയൊരു മുട്ടം വളവാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പറന്നാണ് വരുന്നത്. നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കയറി പോകേണ്ടി വരും. അത്യാവശ്യം തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, ലാബിൽ മാത്രം പോയാൽ മതി. സോ എനിക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു കൊച്ചിനെയും കൊണ്ടൊരു ചേച്ചി നിൽക്കുന്നത് കണ്ടു. ആ കൊച്ചാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കരച്ചിലും. കരച്ചിലിനിടയിൽ അത് കരച്ചിൽ നിർത്തിയതല്ല, അത് ശ്വാസതടസ്സം സംഭവിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഏക്കം പിടിക്കുന്നു എന്ന് പറയും. ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ പേടിയായി. അതിനുശേഷം കൊച്ചിനെ ഞാനൊന്ന് കളിപ്പിക്കാനൊക്കെ നോക്കി, പക്ഷേ കൊച്ചു നല്ല കരച്ചിലാണ്. ശേഷം ലാബിലേക്ക് കയറി ബ്ലഡ് കുത്തിയെടുത്തു. എന്തിനാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഇനി നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് ലാബിൽ പോകാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ വന്നതെന്നും നിങ്ങളോട് പറയാം. ഈ കാണുന്ന 2 ടെസ്റ്റുകളാണ് എനിക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതിലൊന്ന് IgE ടെസ്റ്റ്, അതായത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ടെസ്റ്റ്, അലർജിക്കുള്ള ടെസ്റ്റാണ്. അതുകൂടാതെ TFT, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. ഇത് രണ്ടുമാണ് എനിക്കിവിടെ ചെയ്യേണ്ടത്. എനിക്കിവിടെ ഇതിനായിട്ട് ആവശ്യമായ തുക എന്ന് പറയുന്നത് വെറും 510 രൂപയാണ്. എല്ലാ ഹോസ്പിറ്റൽ ലാബിലും എല്ലാ ടെസ്റ്റുകളും അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഇവർ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എന്ന് പറയുന്ന ലാബിലേക്ക് ബ്ലഡ് സാമ്പിൾ അയച്ചതിന് ശേഷം അവിടെ നിന്ന് റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഈ അലർജി ടെസ്റ്റിന് പുറത്തൊരു ലാബിൽ ചെന്നാൽ നമുക്ക് 800 രൂപയാകും. അതുപോലെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിന് 450 രൂപ. അങ്ങനെ 1250 രൂപ വില വരുന്ന ടെസ്റ്റാണ് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് 510 രൂപയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞത്. റിസൾട്ട് മേടിക്കുവാനായിട്ട് നിങ്ങൾ പിറ്റേന്ന് വന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ബില്ല് അയച്ചു കൊടുക്കുകയോ ചെയ്താൽ PDF ആയിട്ട് അവർ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലാബുകളിൽ പോയി പണം കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും ഗവൺമെൻറ് സർവീസുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.